Hello everyone, welcome to Jupiter Plus 2 Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ Jupiter Plus 2 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ നമ്മുടെ പ്ലസ് ടു ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി ഏകദേശം നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരുന്നുണ്ട്. ഈ ക്രിസ്മസ് എക്സാമിന് പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഇജുപോന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. വളരെ കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇതേപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് PYQs നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇജുപോന്റെ ബൂസ്റ്റർ ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ക്ലിയർ ഓപ്ഷൻസ്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, മെന്റർ സപ്പോർട്ടൊക്കെ കിട്ടും. നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejuport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, കാര്യങ്ങൾ സെറ്റ് ആക്കാം. സോ ഭക്തി സൂഫി ട്രഡീഷൻ എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഒരു 1 വേർഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇല്ലുസ്ട്രേറ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി ചിസ്തി ഡിവോട്ടലിസം, അതായത് ചിസ്തി ഭക്തിയുടെ പ്രത്യേകതകൾ ചിത്രീകരിക്കുക. അപ്പോൾ ഈ സൂഫി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു സിൽസിലയായിരുന്നു ഏത് സിൽസില? ചിസ്തി സിൽസില എന്ന് പറയുന്നത്. ഈ ചിസ്തി സിൽസിലെ ഫീച്ചേഴ്സ് 4 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ ഒരു 5-6 പോയിന്റെങ്കിലും അവിടെ എഴുതി വെക്കണം അല്ലേ. അതായത് ഈ ചിസ്തി സിൽസില ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ആരാടാ? ഖോജ മൊയ്നുദ്ദീൻ ചിസ്തിയാണ് 12th സെഞ്ചുറി കേട്ടോ, 12ാം നൂറ്റാണ്ടിൽ. പക്ഷേ ചിസ്തി സിൽസില അതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയത് ആരെ കാലഘട്ടത്തിലാണ്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയുടെ കാലഘട്ടത്തിലാണ് ചിസ്തി സിൽസില അതിൽ ഏറ്റവും ടോപ്പിൽ എത്തിയത്. ഇവരുടെ കൻക എവിടെയായിരുന്നു? ഗിയാസ്പൂരിൽ, നിയർ ടു റിവർ യമുന നദിയോട് ചേർന്നായിരുന്നു ഇവരുടെ എന്തുണ്ടായിരുന്നത്? കൻക ഉണ്ടായിരുന്നത്. ഈ കൻകയിലെ ഒരുപാട് ചെറിയ മുറികളും ജമാത്ത് ഖാന എന്ന് വിളിക്കുന്ന വലിയ ഒരു മുറിയും ഉണ്ടായിരുന്നു. ഈ കൻകയിൽ ഈ നിസാമുദ്ദീൻ ഔലിയുടെ കൻകയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിസാമുദ്ദീൻ ഔലിയുടെ ഈ കൻകയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആളുകൾ അവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഈ സന്ദർശകരെയൊക്കെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കണ്ടിരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഒരിക്കലും മംഗോളിയൻ എംപറേഴ്സ് എന്ത് ചെയ്യാണ്, ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ, ഡൽഹിയിലേക്ക് ആക്രമിക്കാൻ വന്നപ്പോൾ ഡൽഹിയിലുള്ള ആളുകൾക്ക് അഭയം കൊടുത്തത് കൂടിയാണ് ഇത് ഈ നിസാമുദ്ദീൻ ഔലിയുടെ കൻക എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഫുത്തുഹ് എന്ന് പറയുന്ന ദാനധർമ്മത്തിനുള്ള ഒരു കേന്ദ്രവും, ലങ്കർ എന്ന് വിളിക്കുന്ന, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ലങ്കർ എന്നൊരു അടുക്കളയും ഇവിടെ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അന്നത്തെ കാലത്ത് പട്ടാളക്കാരും ധനികരും പാവപ്പെട്ടവരും ജാതി മത ഭേദമന്യേ എങ്ങോട്ടേക്ക് എത്തിയിരുന്നു? ഈ ഒരു സൂഫിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ ലഭിക്കാനായിട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടും. ഏത് നോട്ടുകൾ? ഓരോ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ നമ്മൾ അതിൽ ഇട്ട് തരും. പക്ഷെ നിങ്ങൾക്ക് PYQs ആവശ്യമുണ്ട്, എല്ലാ ചാപ്റ്ററിനെയും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട്, എല്ലാ ചാപ്റ്ററിനെയും ക്ലാസ്സുകൾ, വൺ ഷോട്ടുകൾ, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഇജുപോന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ റെഡിയാകും. മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതാനാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഭക്തി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? തമിഴ്നാട്ടിൽ ഏർലി ഭക്തി മൂവ്മെന്റ് എവിടെയാണ് എമർജ് ചെയ്ത് വന്നത്? തമിഴ്നാട്ടിലായിരുന്നു. ഏർലി ഭക്തി മൂവ്മെന്റ് എവിടെ എമർജ് ചെയ്ത് വന്നത്? തമിഴ്നാട്ടിലായിരുന്നു എന്നുള്ളൊരു കാര്യം ഓർത്തു. അതിൽ അൽവാസും നയനാസും ഉണ്ട്. ആ അൽവാസും നയനാസും ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. അൽവാസും നയനാസും ചെയ്ത കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യട്ടോ. അതായത് ഇവരെന്താണ്? ഇത് ഓപ്പോസിറ്റ് കാസ്റ്റ് റിജിഡിറ്റി, ജാതി വ്യവസ്ഥയെ എതിർത്തിട്ടുള്ള ആളുകളാണ് ആര്? ഭക്തി സന്യാസികൾ. അത് മാത്രമല്ല അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തമിഴ് വേദം എന്ന് വിളിക്കുന്ന 4000 ദിവ്യപ്രബന്ധം എന്ന പുസ്തകവും കാര്യം എഴുതിയിട്ടുണ്ട്, ഇവർ എഴുതിയിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്ത് ആഡ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക. കർണാടകയിലെ വീരശൈവ പാരമ്പര്യത്തെ കുറിച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ വീരശൈവ മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടകയിൽ ബസവണ്ണ എന്ന് പറഞ്ഞ ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു മൂവ്മെന്റ് ആണ്. ഏത് മൂവ്മെന്റ്? വീരശൈവ മൂവ്മെന്റ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ദേ ആർ ദി ഡിവോട്ടീസ് ഓഫ് ലോർഡ് ശിവ. ശിവഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു ആര്? ഈ വീരശൈവ മൂവ്മെന്റിലുള്ള ആളുകൾ. അവരെ എന്തുകൂടി വിളിക്കുന്നുണ്ട്? ലിംഗായത്തുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഇന്നും കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹമാണ് ഇത് ലിംഗായത്തുകൾ എന്ന് വിളിക്കുന്നത്. അവരെന്ത് ചെയ്യും? മെൻ യൂഷ്വലി വിയർ എ സ്മോൾ ലിംഗ ഇൻ എ സിൽവർ കേസ് ഓൺ ലൂപ്പ് സ്ട്രങ് ഓവർ ദി ലെഫ്റ്റ് ഷോൾഡർ. ഇടത് ഷോൾഡറോട് ചേർന്നിട്ടുള്ള ഒരു ശിവലിംഗത്തിന്റെ ചെറിയ രൂപം അവർ എന്ത് ചെയ്തിരുന്നു? കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആൻഡ് there were revered the വാൻഡറിങ് മോങ്സ് കോൾഡ് ജംഗമ എന്ന് വിളിക്കുന്ന സന്യാസി വിഭാഗത്തെ ആദരിച്ചിരുന്നവരാണ് ആര്? ഇവർ. അത് മാത്രമല്ല, ദേ ബിലീവ് ദാറ്റ് ആഫ്റ്റർ ദി ഡെത്ത് ദ ഡിവോട്ടി വിൽ ബി യുണൈറ്റഡ് വിത്ത് ശിവ സോ ദേ ഡു നോട്ട് പ്രാക്ടീസ് ഫ്യൂണറൽ റൈറ്റ്സ് ആൻഡ് ക്രിമേഷൻ. അല്ലെ, മരണശേഷം ഭക്തൻ ശിവനുമായി ഐക്യപ്പെടുന്നുവെന്ന് ലിംഗായത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശവസംസ്കാരം പോലെയുള്ള ചടങ്ങുകൾ അവർ എന്ത് ചെയ്തിട്ടില്ല, നടത്തിയിട്ടില്ല. ദേ ഒപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ എതിർക്കുകയും ദേ പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സോ വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ആര്? ലിംഗായത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുക. വചന സാഹിത്യം ആരുടേതാടാ? ലിംഗായത്തുകളുടേതാട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കാം. ഇതേപോലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഇജുപോന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ഇജുപോന്റെ ബൂസ്റ്റർ ബാച്ചിൽ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ്, വൺ ഷോട്ട്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ്, മെന്റർ സപ്പോർട്ട് എല്ലാം
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, 1,999. ഇപ്പോഴത്തെ ഫീസ് എത്രയാണ്? 1,999 ആണ്. കുറച്ച് കഴിഞ്ഞ ഫീസ്, യഥാർത്ഥ ഫീസ് 2,499 ആണ്. പക്ഷേ നമ്മളിപ്പോൾ കോഴ്സ് ചെയ്യുന്നത് 1,999 ആണ്. നിങ്ങൾ എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ജിൽജിലായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.